ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. MLA ആയ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിച്ചു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞു. അത്തരമൊരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹവുമായുള്ള ബന്ധങ്ങൾ വേർപെടുത്തി. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം വളരെ ആഘോഷപൂർവ്വമാണ്. കാലാവസ്ഥയുടെയൊക്കെ പ്രതികൂല നിലയുണ്ടായിട്ട് പോലും വൻ ജനപങ്കാളിത്തമാണ് ഈ ആഘോഷ പരിപാടികളിലെല്ലാം ഉണ്ടായത്. 2016 മുതൽ 21 വരെ പിണറായി ഗവൺമെൻറ്റിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് 21-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത്. വീണ്ടും ഒരു 3ാം തവണ കൂടി അധികാരത്തിൽ വരും എന്ന നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ വൻകിട വികസന പദ്ധതികളും ജനക്ഷേമ നടപടികളും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ശക്തമായി ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള മറ്റൊരു പ്രത്യേകത, ഓരോ വർഷത്തെയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ആ 4ാം വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളും പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും സ്വീകരിക്കാത്ത നിലപാടാണ്. കേരളം അത്തരം ചില പുതുമകൾ, കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്, അത് എത്രത്തോളം നടപ്പിലാക്കി, അത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും 3ാം ഗവൺമെൻറ്റിലേക്ക് വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. അത് ഞങ്ങൾ പല സന്ദർഭങ്ങളിലായി ആ അന്തരീക്ഷത്തെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.